നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മാറാത്ത ജാതിമത സാമൂഹിക ചിന്തകളും ദുരഭിമാനവും എങ്ങനെയാണ് ഒരു അച്ഛനെ സ്വന്തം ചോരയിൽ പിറന്ന മകളുടെ കൊലപാതകിയാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഭീതിതമായ തെളിവാണ് കർണാടകയിലെ തുംകൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ സ്വന്തം മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തി ആരും അറിയാത്ത വിധം മൃതദേഹം കുഴിച്ചു മൂടിയ ശേഷം സമൂഹത്തിന് മുന്നിൽ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ച ഒരു പിതാവിൻ്റെ ക്രൂരത മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള മേഘ്ന എന്ന പെൺകുട്ടിയാണ് സ്വന്തം അച്ഛനായ തിമ്മരായപ്പയുടെ കൈകളാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു യുവാവുമായി മേഘ്ന പ്രണയത്തിലായിരുന്നു എന്നതായിരുന്നു അവൾ ചെയ്ത കുറ്റം. പ്രായപൂർത്തിയാകുന്നതോടെ ഇരുവരുടെയും വിവാഹം നടത്തിക്കൊടുക്കാൻ യുവാവിൻ്റെ വീട്ടുകാർ പൂർണ്ണ സമ്മതം അറിയിച്ചിരുന്നുവെങ്കിലും പിതാവിന് ഈ ബന്ധം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. തൻ്റെ വാക്കിനും കുടുംബത്തിൻ്റെ അഭിമാനത്തിനും മകളുടെ പ്രണയം വളരുന്നത് സഹിക്കാൻ കഴിയാതിരുന്ന അയാൾ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കുകയും ഒടുവിൽ അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ക്രൂരമായ ഒരു തിരക്കഥ മെനയുകയും ചെയ്തു. ഏപ്രിൽ 16-നായിരുന്നു നാടിനെ നടുക്കിയ ആ കൊടും ക്രൂരത അരങ്ങേറിയത്. പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന മകളെ തിമ്മരായപ്പ വീട്ടിനടുത്തുള്ള കിണറ്റിലേക്ക് തള്ളിയിടുകയും അവൾ രക്ഷപ്പെടാതിരിക്കാൻ മുകളിലേക്ക് ഭാരമേറിയ വലിയ പാറക്കഷണം എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. കിണറ്റിലെ വെള്ളത്തിലും പാറയ്ക്കടിയിലും പെട്ട് ആ പെൺകുട്ടി പിടഞ്ഞു മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം തിമ്മരായപ്പ മൃതദേഹം പുറത്തെടുത്ത് വീടിന് സമീപം തന്നെ ആരുമറിയാതെ കുഴിച്ചുമൂടി. എന്നാൽ ഇത്രയും വലിയൊരു പാതകം ചെയ്തിട്ടും ഒട്ടും ഭയമില്ലാതെ നിയമത്തെയും സമൂഹത്തെയും പറ്റിക്കാൻ ഇയാൾ കള്ളനാടകം തുടർന്നു. ഏപ്രിൽ 16 മുതൽ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഇയാൾ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി പോലീസും നാട്ടുകാരും അന്വേഷണം നടത്തുമ്പോഴൊക്കെ മകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു സാധാരണ പിതാവായി ഇയാൾ അഭിനയിച്ചു പോന്നു. എന്നാൽ 1 മാസത്തിലേറെയായിട്ടും പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും തിമ്മരായപ്പയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഇയാൾ നാടുവിട്ടെങ്കിലും പോലീസ് നടത്തിയ ശക്തമായ തെരച്ചിലിൽ ഒടുവിൽ പിടിയിലാവുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതോടെയാണ് ക്രൂരമായ ഈ ദുരഭിമാനക്കൊലയുടെ ചുരുളഴിഞ്ഞത്. പ്രണയവും വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവുമെല്ലാം ദുരഭിമാനത്തിൻ്റെ പേരിൽ എങ്ങനെ ഇല്ലാതാക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. എന്നാൽ 1 മാസത്തിലേറെയായിട്ടും പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും തിമ്മരായപ്പയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു.